ഹായ് കൂട്ടുകാരെ, എന്തുണ്ട് വിശേഷം? സുഖമാണ് എല്ലാവർക്കും. ഇന്ന് ഞാനൊരു വെറൈറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും എളുപ്പം ചോറിനൊക്കെ കൊണ്ടുപോകാൻ, ജോലിക്ക് പോകുന്നവർക്കൊക്കെ കൊണ്ടുപോകാനും മക്കൾക്ക് കൊണ്ടുപോകാനൊക്കെ ആയിട്ടുള്ളൊരു ചമ്മന്തിപ്പൊടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണണ്ടേ? അപ്പം അതിന് വേണ്ട സാധനങ്ങൾ വേണ്ടേ: ഒരു മുറി തേങ്ങ, ചെറിയ ഉള്ളി, കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിപ്പൊടി എന്ന് പറഞ്ഞാൽ മല്ലി വേണം, പക്ഷെ മല്ലി ഇല്ലാത്തതുകൊണ്ട് ഞാൻ മല്ലിപ്പൊടി ഇടുന്നു. മുളക് 2 സൈസ് പിരിയമുളകും അല്ലാത്ത മുളകും. പിന്നെ മെയിൻ താരങ്ങൾ വാളംപുളി, സൂപ്പർ താരം ഇതാ കരിയാപ്പില. ആദ്യം ഒരു പാത്രം വെച്ചു നമുക്കിത് ചൂടാവട്ടെ. ചൂടായി വരുമ്പോൾ നമുക്ക് ഈ തേങ്ങ ഇടണം. തേങ്ങ വറുത്ത് വേണം ഉണ്ടാക്കാൻ. അപ്പം ജോലിക്കാർക്കൊക്കെ പോകുമ്പോൾ ഒരു ചമ്മന്തി പൊടി ഉണ്ടെങ്കിൽ നല്ലതല്ലേ? അത്യാവശ്യം ഒരു തോരന് ഒരു ചമ്മന്തി പൊടിയാകുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ? കൊണ്ടുപോകാനും മക്കൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനും നമുക്ക് വീട്ടിൽ കഴിക്കാനും എല്ലാം കൊണ്ടും നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കണം. ഞാൻ ഉണ്ടാക്കുന്നതെല്ലാം ഓരോരുത്തരുണ്ടാക്കി നോക്കിയെന്നാണ് പറഞ്ഞത്. എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. എല്ലാവരും ഉണ്ടാക്കിയിട്ട് നല്ലതാണെന്ന് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു വിളിക്കുകയും ചെയ്യുകയൊക്കെ ചെയ്തു. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ലതാണ്, എല്ലാം ഇതുണ്ടാക്കി. പിന്നെ ഞാനൊരു മരുന്നുണ്ടാക്കിയായിരുന്നു ജലദോഷത്തിനൊക്കെ വേണ്ടി. ആ മരുന്നുണ്ടാക്കിയിട്ട് എല്ലാവർക്കും നല്ല മാറ്റമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. നമ്മുടെ ചീറ്റി ചൂടായി. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാവില്ല. നമ്മൾ ഉണ്ടാക്കിയിട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കി നല്ല അഭിപ്രായം പറഞ്ഞു എന്ന് പറയുമ്പോൾ തന്നെ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയൊക്കെ നോക്കുന്നുണ്ട്, മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്, നല്ലതാണെന്ന് പറഞ്ഞു. അപ്പോൾ സന്തോഷം, താങ്ക് യു കേട്ടോ അങ്ങനെയൊക്കെ പറഞ്ഞതിന്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. തേങ്ങ വറക്കാൻ ഇട്ടു കേട്ടോ. നമ്മുടെ വർത്തമാനത്തിൻ്റെ ഇടയ്ക്ക് അത് പോലെ തേങ്ങ ഒരുമാതിരി ചൂടായി കേട്ടോ. അതിലേക്ക് അന്നേരം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും കുരുമുളകും ഇട്ട് വെക്കാം. നല്ലത് മൂക്കുള്ളൂ. അത് നമുക്ക് അതിലേക്ക് ഇടാം. എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. എണ്ണയില്ലാതെയാണ് വറുത്തത്. കുറേ കഴിയുമ്പോൾ എണ്ണ ഒഴിക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഈ മുളകും കൂടി ഇടാം കേട്ടോ. നല്ല എല്ലാം കൂടെ മൂക്കുള്ളൂ. ഇനി നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. ചീഞ്ചിറ്റിയെ പിടിക്കുന്നുണ്ട്, അപ്പോൾ പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് മതി കേട്ടോ. എണ്ണമയം ഉണ്ടല്ലോ നമ്മുടെ തേങ്ങയ്ക്ക്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വാളംപുളി ഇടണേ. അപ്പോൾ തേങ്ങയും ഉള്ളിയും മുളകെല്ലാം ഒരുമാതിരി മൂത്തു. അപ്പോൾ ഇനി വാളംപുളിയും കൂടി ഇട്ട് നമുക്ക് ഇളക്കാം. പുളിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുത്താൽ മതി. ചിലവർക്ക് പുളി ഒത്തിരി വേണ്ടി വരും, ചിലർക്ക് പുളി കുറച്ച് മതി. അതൊക്കെ നോക്കി എടുത്താൽ മതി കേട്ടോ. എരിവും അതേപോലെ എടുത്താൽ മതി. ഇനി നമ്മുടെ കരിയാപ്പില ഇടാം നമുക്ക്. നമ്മൾ മല്ലി ഇട്ടിട്ടില്ല കേട്ടോ. അത് ഇടാത്തതെന്ന് പറഞ്ഞാൽ മല്ലി ഇതല്ലല്ലോ, പൊടിയല്ലേ. അപ്പം പൊടി ഇച്ചിരി കൂടെ കഴിഞ്ഞ് വാങ്ങാറാവുമ്പോൾ നമുക്ക് ഇട്ടാൽ മതിയേ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും എല്ലാം കൂടെ. അപ്പോൾ നമ്മൾ കരിയാപ്പില ഇട്ടു. ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കണം. എല്ലാം നന്നായിട്ട് മൂത്ത് വരണം. അങ്ങനെ നമ്മുടെ ചമ്മന്തി വറുത്തത് മൂത്തോട്ടോ നന്നായിട്ടെല്ലാം. കണ്ട കിരികിരിന്ന് ഒച്ച വരുന്നില്ല. ആ സമയമാകുമ്പോൾ തേങ്ങയൊക്കെ ബ്രൗൺ കളറായി നന്നായിട്ട് മൂത്ത്. അപ്പം ഇനി നമുക്കിത് വാങ്ങി വെച്ചിട്ട് ചൂടാറിയിട്ട് പൊടിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. മിക്സീൻ്റെ ജാറ് നന്നായിട്ട് വെള്ളമൊന്നുമില്ലാതെ തുടച്ചെടുക്കണേ, എന്നിട്ട് വേണം ആക്കാൻ. ഗൾഫിലൊക്കെ ആരെങ്കിലും എല്ലാവർക്കും കൊടുത്തു വിടാനൊക്കെ നല്ലതാണ്. മക്കളൊക്കെ ഗൾഫിൽ പോകുമ്പോൾ അവർക്ക് കൊടുത്തു വിടാം പേക്കിങ് ആക്കിയിട്ട്. അപ്പോൾ ഇത് ഞാൻ പൊടിച്ചിട്ട് വന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതേ നമുക്ക് ഇത്രയും കിട്ടി കേട്ടോ. അപ്പം ലേശം എടുത്ത് കഴിച്ച് നോക്കട്ടെ. നല്ല പുളിയും എരിവും മറ്റേ ഇഞ്ചീൻ്റെയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോളേ കരിയാപ്പിലയൊക്കെ നല്ല ഗുണമുള്ള സാധനമാണ്. മുടിക്കൊക്കെ നല്ല ഇതാണ്. ഒന്നും
വിറ്റാമിനുള്ള സാധനങ്ങൾ തന്നെയാണ് കരിയാപ്പിലയൊക്കെ. അപ്പോൾ കരിയാപ്പിലയൊക്കെ കഴിക്കുന്നത് നല്ലതല്ല നമ്മുടെ ശരീരത്തിലേക്ക്. അപ്പം എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണേ. അപ്പം ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. അപ്പം താങ്ക് യു. ഇനിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബായ്.